നമുക്കൊരു ചെറിയൊരു മാറ്റം ഇതിനകത്ത് വരുത്താം. നമുക്ക് ഇവിടെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു വ്യവസായമാകട്ടെ, ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ഉൽപ്പാദനക്ഷമതയുള്ള ഒരു പ്രവർത്തനമാവട്ടെ, ആ പ്രവർത്തനം നടത്തുന്നതിന് നമ്മുടെ നാട്ടിൽ ഇന്ന് അനുഗുണമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വളക്കൂറുള്ള മണ്ണ് എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെയുള്ള വളക്കൂറുള്ള മണ്ണ് ആയി മാറുവാൻ എന്തെല്ലാം പുതിയ ഫാക്ടേഴ്സാണ് ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഒന്ന് വിവരിച്ചാൽ നന്നായിരുന്നു. ഇപ്പം ഞങ്ങൾ ഇത്തവണ കഴിഞ്ഞ തവണ ദാവോസിൽ പോയി. അപ്പോൾ തന്നെ പത്രസമ്മേളനത്തിൽ പോകുന്നതിന് മുമ്പ് അന്നത്തെ ചീഫ് സെക്രട്ടറി ഇവിടെയുണ്ട്, ഞങ്ങളുടെ ഡെലിഗേഷന് പ്രധാന പങ്കുവഹിച്ച ആളാണ്. പക്ഷെ ഞങ്ങളിവിടുന്ന് പോണതിന് മുമ്പ് പറഞ്ഞു, തിരിച്ചു വരുമ്പോൾ തന്നെ എത്ര MOU ഒപ്പുവെച്ചു, എത്ര EOU വെച്ചു, എത്ര LOU വെച്ചു എന്ന് ചോദിക്കാൻ പാടില്ല. കാരണം ഞങ്ങൾ മാളിലേക്കല്ല പോണത്. മാളിൽ പോയിട്ടൊരു 10 MOU തരൂ, ഒരു 5 EOU തരൂ, ഒരു 12 LOU തരൂ എന്ന് പറയാവുന്ന ഇതിലേക്കല്ല ഞങ്ങൾ പോകുന്നത്. കേരളം ആദ്യമായിട്ടാണ് ഒരു ഒഫീഷ്യൽ ഡെലിഗേഷൻ നിലയിൽ പോകുന്നത്. അപ്പം ഞങ്ങൾ കേരളത്തിൻ്റെ സ്ട്രെങ്ത്ത് ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചു. എല്ലാ ഡിസ്കഷനും അങ്ങനെ തന്നെ, ഒറ്റ EOയിൽ ഞങ്ങൾ ഒപ്പുവെച്ചില്ല. അതിനുശേഷം അവിടെ നിന്ന് ക്ഷണിച്ച ആളുകൾ നമ്മുടെ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റിലേക്ക് വന്നു. നല്ല രീതിയിൽ നമ്മൾ EOU ഒപ്പുവെച്ചു. ഇത്തവണ പ്രത്യേകത, സാധാരണ ഈ ദാവോസിൽ ഇന്ത്യ പവലിയൻ ഉണ്ട്. ആ പവലിയനിലാണ് എല്ലാ സ്റ്റേറ്റിനും നമ്മൾ 10 കോടി ചിലർ ചോദിക്കും, ഇവർ ഈ 10 കോടിയായിട്ട് അവിടെ ഈ തകർക്കാൻ പോയതാണോ നോക്കി. 10 കോടി കൊണ്ടുപോകുന്നത് ഇന്ത്യ ഗവൺമെൻറ്റാണ്. നേരെ അങ്ങോട്ട് മാറ്റും. കഴിഞ്ഞ തവണ ഇവരെല്ലാം നെഗോഷിയേറ്റ് ചെയ്ത് 7.5 കോടിയിൽ നിർത്തി. ബാക്കി ഫിക്കുകയാണ് നമ്മൾ മറ്റ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ കൊടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ അനുഭവം വെച്ചിട്ട് ഇപ്പം ഞങ്ങൾ ഈ ചർച്ച ചെയ്ത് എല്ലാം സ്റ്റേറ്റ് അപ്പുറത്തിരിക്കുകയാണല്ലോ. നമ്മൾ ഇൻവെസ്റ്ററെ കൊണ്ടുവന്ന് സംസാരിച്ച് ഞങ്ങളൊരു ലീസ് 10% തന്നാൽ മതി, ബാക്കി നമുക്ക് മൊറട്ടോറിയം തരാമെന്ന് പറഞ്ഞാൽ ഹാപ്പി ആയിട്ട് പോകുമ്പോഴേക്കും അടുത്ത സ്റ്റേറ്റുകാർ അങ്ങോട്ട് വിളിക്കും, അപ്പുറത്ത് മുറിയിലും കയറിക്കൊള്ളാൻ പറയും. അപ്പോൾ അവർ പറയും, ഞങ്ങൾ 1 രൂപയ്ക്ക് നിങ്ങൾക്ക് ലാൻഡ് തരാമെന്ന് പറയും. അപ്പോൾ നമ്മളിവിടെ റെഡിയാക്കി വെച്ച ആൾ നമുക്ക് പരമാവധി 10% എന്നൊക്കെ പറഞ്ഞാൽ തന്നെ കേരളത്തിൽ വലിയ വിവാദമായിരിക്കുമല്ലോ. അപ്പോഴാണ് 1 രൂപയ്ക്ക് മൊത്തം ലാൻഡ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ കഴിഞ്ഞ തവണത്തെ വ്യത്യസ്തമായി ഇവിടെ 10 കോടി കൊടുത്തിട്ട് അതിൻ്റെ ഭാഗമായി നിന്നത് കൂടാതെ പുറത്ത് ഞങ്ങളൊരു കേരള പവലിയൻ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇവിടെ നിന്ന് ആളുകൾ ഞങ്ങൾ അങ്ങോട്ടും ഉണ്ട്, അല്ലെങ്കിൽ അവിടെ വരുന്ന ആൾ ആരാണെന്ന് വെച്ച് ഇപ്പുറത്തെ സ്റ്റേറ്റിലേക്ക്, അത്രയും കോമ്പറ്റീഷൻ ഉണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ. അങ്ങനെയാണ് ഞങ്ങൾ ഇത്തവണ $14 ബില്യൺ $1,18,000 കോടി രൂപയുടെ EOUs ഒപ്പുവയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അത് പ്രധാനമാണ്. അത് കേരളത്തിൽ ഇപ്പോൾ ആളുകൾ അന്വേഷിച്ച് വരുന്നുണ്ട്. ചിലർ എൻ്റെ ലിങ്ക്ഡിൻ ഇതിൽ പറഞ്ഞിരുന്നു, നിങ്ങൾ ദാവോസ് വരുന്നുണ്ടെന്ന് അറിഞ്ഞു, ഞങ്ങളൊന്ന് GCCയുടെ എക്സ്പെർട്സാണ്, ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് വേണം, അല്ലെങ്കിൽ EST പോളിസി നിങ്ങൾ പാസ്സാക്കിയതായിട്ട് അറിഞ്ഞു ഇന്ത്യയിൽ ആദ്യമായിട്ട്. അപ്പോൾ യൂറോപ്യൻ കൺട്രീസിൽ EST പ്രധാനമാണ്, എൻവയോൺമെൻറ്റൽ സോഷ്യൽ ഗവേണൻസ്. അപ്പോൾ അവർ ഇങ്ങോട്ട് വരാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്ന് പറയുകയുണ്ടായി. ഇപ്പോൾ കേരളത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സംരംഭക സമൂഹം പൂർണ്ണമായിട്ടും ഹാപ്പിയാണ്. നിങ്ങളത് ഫിക്കി ആകട്ടെ, CA ആകട്ടെ, ചെറിയ സംരംഭകർ. നമ്മുടെ ചെറിയ പ്രശ്നം, ഇപ്പോൾ ഒരു ദിവസം ഒരു പത്രത്തിൽ ലീഡ് വാർത്തയാണ്, ഒരു ബസ്സിന് സമയം കിട്ടിയിട്ടില്ല. അതാണ് പ്രശ്നം. അതിന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് കിക്കറം കൊടുത്തു. ലീഡാണ് ഏറ്റവും കൂടുതൽ വായിക്കുന്ന പത്രത്തിൻ്റെ അന്നത്തെ ലീഡാണ്. ഒരു ബസ്സിന് സമയം കൊടുക്കുമ്പോൾ അതൊരു ട്രാൻസ്പോർട്ട് കമ്മിറ്റിയാണ്, അതിൽ ബസ് ഓണേഴ്സ് ഉണ്ടാവും. ഈ പ്രൈവറ്റ് ബസ് ഓണേഴ്സ് ആയ ആളുകൾക്കറിയാം, അവർ ഈ മീറ്റിങ്ങിൽ ചെല്ലുമ്പോൾ തന്നെ വക്കീലന്മാരായിട്ട് പോവുക. ഇവർ തന്നെയാണ് ഈ സമയം കൊടുക്കാൻ എതിർക്കുക. ഈ കളക്ടർമാരുടെ ഏറ്റവും ദുഷ്കരമായ കമ്മിറ്റികളൊന്നും അതായിരിക്കും, ഈ ബഹളമായിരിക്കും തുടക്കം മുതൽ. അല്ലാതെ ഗവൺമെൻറ് അതിനകത്ത് സമയം കൊടുക്കലോ ലൈസൻസ് കിട്ടാൻ താമസമൊന്നുമല്ല. അതൊരു വാർത്തയായിട്ട് കൊടുക്കാം. ST വിവാദത്തിൽപ്പെട്ട ആളാണ്, ഇവർക്ക് കിട്ടിയിട്ടില്ല, ഒരു വാർത്ത കൊടുക്കാം. അതിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ത് പഠിച്ചു? പക്ഷേ കിക്കർ എന്താണ്? ഇനി ഇതങ്ങ് സോഷ്യൽ മീഡിയയിൽ അങ്ങ് ഓടും. നമ്മൾ ഈ ദാവോസിൽ പോയി, മഞ്ഞിനകത്ത് -10 പോയി, ഞങ്ങൾ നേരെ ഇവിടെ നിന്ന് പോയി. ചിലർ ചോദിക്കുന്നുണ്ട്, മന്ത്രി പിന്നെയും കൊള്ളാം, പ്രിൻസിപ്പൽ സെക്രട്ടറി എന്തുകൊണ്ടാണ് കോട്ടിടാതെ ആ ഡിസ്കഷനിൽ ഇരുന്നത് വെച്ചാൽ, ഞങ്ങൾ നേരെ എയർപോർട്ടിൽ നിന്ന് പോയി കയറുമ്പോൾ ഈ വിഷ്ണു KSITC MD ഒക്കെ അവിടെ ഉണ്ട്. ഞങ്ങളൊന്ന് മുറി കയറട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞല്ല, പോളണ്ടിൽ നിന്ന് ആൾ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നേരെ റൂമിൽ പോലും പോയില്ല, നേരെ അവിടെ പോയിട്ട് 2 മീറ്റിംഗ് എടുത്തു ആ വന്ന വഴിക്ക് തന്നെ. അങ്ങനെ പോയി തിരിച്ച് മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ രാത്രി തന്നെ ഈ ജപ്പാൻകാരും ഇവരെല്ലാം വരുന്നുണ്ട് ഇങ്ങോട്ട് പോന്നു. അത്രയും വിസിബിലിറ്റി കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് ഈ കുറേ കാലത്തേക്ക് ഇനി ലീഡായിരിക്കും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. ഇതാണ് കേരളത്തിലെ വലിയൊരു പ്രശ്നം എന്നുള്ളത്. ഇപ്പം നമുക്കൊരു 50 കോടി രൂപ വരെയുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ ഒരു ലൈസൻസും വേണ്ട. നിയമം ഞങ്ങളിടയ്ക്ക് ഭേദഗതി, പ്രിൻസിപ്പൽ അപ്രൂവൽ, റെഡ് കാറ്റഗറി പറ്റില്ല, ആർക്കും ആരംഭിക്കാം.
3.5 വർഷത്തിനുള്ളിൽ ലൈസൻസ് എടുത്താൽ മതി. വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ നിയമസഭ തന്നെ നിയമം പാസ്സാക്കി ചീഫ് മിനിസ്റ്റർ അധ്യക്ഷനായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ കൗൺസിലുണ്ട്. വ്യവസായ മന്ത്രി കോ ചെയർമാനാണ്, മറ്റ് മന്ത്രിമാർ വൈസ് ചെയർമാനാണ്. അതിൻ്റെ എക്സിക്യൂട്ടീവ് സംവിധാനം ചീഫ് സെക്രട്ടറിയാണ് നയിക്കുന്നത്. ACS ഇൻഡസ്ട്രീസ് അതിൻ്റെ കൺവീനറാണ്. 7 ദിവസത്തിനുള്ളിൽ ലൈസൻസ് കൊടുക്കണമെന്നാണ്. എല്ലാം വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ എല്ലാ ഡോക്യുമെൻറ്റോടും കൂടിയാൽ ഒരു ഇൻസ്പെക്ഷനും ഒരാൾക്കും ഇഷ്ടപ്പെട്ട് ഞാൻ ഇൻസ്പെക്ട് ചെയ്യാം എന്ന് പറയാൻ പറ്റില്ല. ചിലർ പറയും നിങ്ങളിവിടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആണെന്ന് പറഞ്ഞിട്ട് ഇന്ന കമ്പനി നാട് വിട്ട് പോയില്ലേ എന്ന് നോക്കി എപ്പോഴും വരുന്ന ചോദ്യമാണ്. എന്നാൽ ഏറ്റവും നന്നായി ആ കമ്പനിക്ക് മാനുഫാക്ചറിങ് യൂണിറ്റ് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏക സ്ഥലം കേരളം തന്നെയാണ് ഇപ്പോഴും. മറ്റോട് തുടങ്ങിയിട്ടില്ല ഇപ്പോഴും പോയ സ്ഥലത്ത്. ഇവിടെയാണ് പൂർണ്ണമായിട്ട്. പക്ഷെ പ്രിസംഷൻ എന്താ? അവർ പോയില്ലേ? അവർ പോയിട്ടില്ല, അവരിവിടെ തന്നെ ഉണ്ട്. അവർ പോയിടത്ത് തുടങ്ങിയിട്ടില്ല, പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടില്ല. ഈ പ്രിസംഷൻസ് മീഡിയയുടെ ആ ഭാഗം കൂടി നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല മാറ്റം ഉണ്ടാകും. ഇൻസ്പെക്ഷൻസ് എല്ലാം സെൻട്രൈസ് ഇൻസ്പെക്ഷൻസ് ആണ്. ഈ EOE ഒപ്പുവെച്ചാൽ ഞങ്ങളൊരു ഹാൻഡിലിങ്ങിനായിട്ട് ലൈസൻ ഒരു ഓഫീസറെ കൊടുക്കും. IKGSൻ്റെ ഗുണം എന്നുള്ളത് അവിടെ ഒപ്പുവെച്ച EOEയുടെ 25% ഇപ്പോൾ നമ്മൾ കൺവെർട്ടഡ് ടു കൺസ്ട്രക്ഷൻ സ്റ്റേജ്. ഏകദേശം 40,000 കോടി രൂപയുടെ നിക്ഷേപം നമുക്ക് നിർമ്മാണ ഘട്ടത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമാണ്. അപ്പോൾ സംരംഭകരായ ആളുകൾക്കും സംരംഭകത്വം തുടങ്ങുന്നവർക്കും വളരെ ഹാപ്പിയാണ്. ഇതിനെക്കുറിച്ച് ധാരണയില്ലാതെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ടല്ലോ, ഈ യൂണിവേഴ്സിറ്റിയിൽ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുന്ന പ്രത്യേക ഫാക്കൽറ്റികളുണ്ടല്ലോ, അവർ മാത്രമാണ് ഇങ്ങനെയൊരു പ്രതീതി തുടർച്ചയായിട്ട് നിർമ്മിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.